ഓക്കെ. ഏതാണ്ട് AD 2 മുതൽ 4 നൂറ്റാണ്ട് വരെ, അതായത് ഫറോവയുടെ കാലത്തിന് തുടർന്ന് വന്ന് ഗ്രീക്കോ റോമൻ ഇൻവേഷൻ ഈജിപ്തിനെ കീഴടക്കുന്നത് തുറമുഖ നഗരമായ അലക്സാണ്ട്രിയ വഴിയായിരിക്കും. അപ്പോൾ ഈ അലക്സാണ്ട്രിയയിൽ പിന്നീടുണ്ടായിരുന്ന ഒരു 2 മുതൽ 4 നൂറ്റാണ്ട് വരെയുള്ളൊരു 3 നൂറ്റാണ്ടോളമുള്ള എലീറ്റായ ക്രിസ്ത്യാനികളുടെ അടക്കം ചെയ്തിരുന്ന ഒരു മേഖലയാണ് കാറ്റക്കോംബ് എന്ന പേരിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഏതാണ്ട് AD 1900 എക്സ്കവേറ്റ് ചെയ്തെടുത്ത ഇത് അൺഎക്സ്പെക്റ്റഡായിട്ടാണ് ഈ ഒരു സ്ഥലം ശ്രദ്ധയിൽപ്പെടുന്നതെന്നാണ് രേഖകളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എക്സ്കവേറ്റ് ചെയ്ത് ഇത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളൊരു കിണറായിട്ട് മാത്രം കാണുക. ആ കിണറിലേക്ക് ഇറങ്ങി വരുമ്പോൾ താഴേക്ക് ഇതിങ്ങനെ ഒരു 4 നിലകളിലായിട്ട് അറേഞ്ച് ചെയ്ത്, എന്ന് വെച്ചാൽ ശരിക്കും ഇത്രയും നിന്ന് കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും റോക്കിൽ കാർവ് ചെയ്തെടുത്തതായിരിക്കണം. കാര്യം ഇനി ഇതിലേക്ക് ഒരു നില കൂടെ താഴേക്കുണ്ടെന്നാണ് പറഞ്ഞത്. അത് എക്സ്കവേഷൻ പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഭിത്തി കാണുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ കട്ട് ചെയ്ത് എന്തോ ഒരു ചിസിൽ ചെയ്തെടുത്തതുപോലെയാണ് ഇതിൻ്റെ ശരിക്കും. അപ്പോൾ അത് ഭിത്തി ചിസിൽ ചെയ്തൊരു 3 നില എടുക്കുക മാത്രമല്ല, ഓരോ നിലയിൽ ഇതേപോലെ ടോംബ്, ഈ കല്ലറ, ശവപ്പെട്ടി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ പലതും ഏതാണ്ട് നമുക്ക് കാണുമ്പോൾ നമ്മളുടെ മുസ്ലിം ഖബറുകളുടെ സമാനമായ സ്വഭാവത്തിൽ കാണാൻ പറ്റും. എന്തായാലും ഇതൊരു വല്ലാത്ത അത്ഭുതമാണ്. മെഡീവൽ പീരീഡിലെ ഈ സപ്താത്ഭുതങ്ങളിലൊന്നായിട്ട് ഗണിക്കപ്പെടുന്ന ഒരു വല്ലാത്ത നിർമ്മിതി. ഈ നിർമ്മിതി കാണുമ്പോൾ നമ്മൾ മനുഷ്യൻ്റെ കഴിവിൽ അതിശയിച്ചു പോകും.